രാജിവെച്ചു. അയാൾ വെക്കണം. ടു ലേറ്റ് ആണ്. ഇതിന് മുന്നേ അയാളെ എടുത്ത് പുറത്തെറിയേണ്ട കേസാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര ടു ലേറ്റ് ആണ്. ഇത് തന്നെ ഒരു കൈൻഡ് ഓഫ് ടാക്ടിക്സ് ആണെന്ന് ഞാൻ സ്ട്രിക്ട്ലി ബിലീവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു റെഗുലർ ഡ്രാമ ഉണ്ടല്ലോ, ലൈക്ക് ഒരു സിമ്പതി എമ്പതിയൊക്കെ പിടിച്ചു പറ്റാനുള്ളൊരു സാധനം. ആളുകളുടെ മുമ്പേ ഭയങ്കര നല്ല മനുഷ്യനാണെന്നും ഭയങ്കര എന്താ പറയുക നന്മയുടെ നിറകുടമാണെന്നൊക്കെ കാണിക്കാനുള്ളൊരു വളരെ സാധാരണ ഒരു നിഷ്കളങ്കനാണെന്ന് കാണിക്കാനുള്ള കുറേ ശ്രമങ്ങളുണ്ട്. അതിൻ്റെയും കൂടെ എലമെൻ്റ് ഇതിനകത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് പേഴ്സണലി വിസിബിൾ ആവുന്നുണ്ട്, എന്നെ പോലെ പല സർവൈവേഴ്സിനും വിസിബിൾ ആവുന്നുണ്ട്. പക്ഷേ രാജിവെക്കുന്ന ഹി ടോട്ടലി ഡിസേർവ് ഇറ്റ്. അയാളെ രാജി മാത്രമല്ല, എന്താണ് അയാളെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യണം. കാര്യം നമ്മളെപ്പോലുള്ള 100,000 സർവൈവേഴ്സിൻ്റെ ഡ്രീമിൽ ചവിട്ടി കയറി നിന്ന് ഉണ്ടാക്കിയ പദവിയാണ് ഇന്ന്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ സ്പേസ് കൊടുക്കുന്ന ആളുകളെയും കൂടെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. കാര്യം ഇങ്ങനെയുള്ള ആളുകളെ സ്പേസ് കൊടുക്കുകയും മറ്റ് കഴിവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളുകളെടുത്ത് പുറത്ത് ചവിട്ടി കളയുകയും ചെയ്യുന്നതൊക്കെ ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഇയാളെ വിഷയങ്ങൾ കൺസിഡേർഡ് ചെയ്യുന്ന ഒരു തരത്തിൽ മറ്റുള്ള ആളുകൾ കാണുക എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഇയാളെ ബാൻ ചെയ്യണമെന്ന്, ഒരു കൾച്ചറൽ സ്പേസസിലും ഇങ്ങനെയുള്ള അബ്യൂസസിന് സ്പേസ് കൊടുക്കരുത് എന്നും കൂടെ ഉണ്ട്. ഇപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെട്ട ഉടനെ തന്നെ രാജിവെച്ചു. അപ്പോൾ അതിനർത്ഥം അദ്ദേഹത്തിന് എന്തോ ഭയപ്പാടുണ്ട്, അല്ലെങ്കിൽ ഇതൊരു വ്യാജാരോപണം എന്നല്ലാന്ന് ഏതാണ്ട് വ്യക്തമാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് നിയമപരമായി കൂടി നീങ്ങുമോ? ഞാൻ നിയമപരമായിട്ട് ഇപ്പം അങ്ങനത്തെ ഒരു ഡിസിഷനിലൊന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല. എനിക്കറിയില്ല ഭാവിയിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞ പോലെ എൻ്റെ കരിയറിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണത്, സെൽഫിലാണ്. നമുക്ക് ഈ നിയമപരമായിട്ട് ഇറങ്ങുമ്പം കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സും അതിന് വേണ്ടി കൊടുക്കാനുള്ള സമയം, ബേസിക്കലി അതിന് വേണ്ടി കൊടുക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം, ആ സോഴ്സുകളൊക്കെ നമുക്ക് ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ അതിന് വേണ്ടി ഇറങ്ങി കുറച്ചുകൂടെ നമ്മൾ ട്രോമാറ്റിക് ആണ്, ഓൾറെഡി ട്രോമാറ്റിക് ആണ്. ഇനി അത് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഭാവിയിൽ ഒരു അഷുറൻസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റേ ഓഫ് ഹോപ്പ് തോന്നിക്കഴിഞ്ഞാൽ, ഒരു ഹോപ്പ് എനിക്ക് എവിടെയെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സമാധാനം, പ്രധാനമായി എൻ്റെ സമാധാനവും എൻ്റെ തൊഴിലും എൻ്റെ സ്വപ്നങ്ങളും സെക്യൂരിറ്റി ഉണ്ടാവും എന്നുള്ളൊരു സാധനം, കംഫർട്ട് ഉണ്ടാവും എന്നുള്ളൊരു അഷുറൻസ് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ വേറെ ഈ പറയുന്ന പല സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഞാൻ എന്തിന് ഇറങ്ങാണ്ടിരിക്കണം എന്നുള്ളത്. ആരോപണം ഉന്നയിച്ചതിന് ശേഷം തുറന്നു കാട്ടപ്പെട്ടു, ആ വ്യക്തിയെ തുറന്നു കാട്ടപ്പെട്ടു. പക്ഷെ നിയമപരമായി കൂടി അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കണ്ടേ? ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അത് ഒരു ടൈമിലുണ്ടായിരുന്നു. അത് ഫുള്ളി എൻ്റെ ഹാൻഡിലല്ല, എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ എൻ്റെ കംഫർട്ടിൻ്റെ കാര്യം, ഞാനൊരു ഇൻഡിവിജ്വലും കൂടെയാണല്ലോ, കുറച്ച് വർഷമേ ഞാനിവിടെ ജീവിക്കുകയുള്ളൂ. അപ്പം അതിനിടയിൽ എനിക്ക് കളയാനുള്ള സമയവും പ്രധാനമായിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ മെലോഡ്രാമ കണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ റെസ്പോൺസും, എനിക്കിനി വയ്യ ഇത് മീഡിയയിലും എല്ലായിടത്തും ഇങ്ങനെ വരുന്നതും. അയാൾ ഓരോ ഫിലിമിൽ ഇങ്ങനെ ഒന്നാലോചിച്ച് നോക്കും, ഞാൻ ഈ തിയേറ്ററിനകത്ത് ഇരിക്കുമ്പോൾ എല്ലാ ഫിലിമിലും ഇദ്ദേഹം ഒരു ടൈമിൽ പറഞ്ഞത്, ഇയാൾ ഫിലിമിൽ വരുന്ന എനിക്ക് പ്രശ്നമാണ്, അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് അങ്ങനെ അല്ലാതെ അതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിയേറ്ററിൽ നമുക്ക് ഓരോ മൂവിയിൽ ഇയാൾ ഓരോ സീൻ ബൈ സീനിൽ വരുമ്പോഴൊക്കെ ഓരോ സർവൈവേഴ്സിനും അത് തോന്നുന്നുണ്ട്. അയാൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മൾക്കിവിടെ അയാളുടെ ടാലൻറ്റോ അയാളുടെ സോക്കോൾഡ് മഹാനടനോ ഇതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഹീസ് നോട്ട് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, ഹീസ് ആൻ അറ്റാക്കർ. നമ്മളെപ്പോലുള്ള 100,000 ആളുകളുടെ സ്വപ്നത്തിൽ ചവിട്ടി നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അയാൾക്ക് ഇവിടെ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള പ്രിവിലേജും. അത് കട്ട് ചെയ്ത് കളയാനും ഇവിടെയുള്ള ഓരോ പൊളിറ്റിക്കൽ സ്റ്റാൻഡിലുള്ള ഓരോ ആളുകളും, അത് ബീറ്റ് പുതിയ ഡയറക്ടേഴ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ദയവേത് ഇതൊക്കെ മനസ്സിലാക്കണം. അല്ലാതെ അവർക്ക് വീണ്ടും ഇനിയും അയാൾക്ക് കൊടുക്കാൻ 100,000 ഓപ്പർച്യൂണിറ്റീസ് അയക്ക് കൊടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ്. ഈ തുറന്നു പറച്ചിലിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ ടൈമിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് ഇതുപോലെ വേറെ പല കോളും അനോണിമസ് ആയിട്ട് വരുന്നു, അൺനോൺ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അത് ഇവർ വഴിയാണ് നമുക്ക് 100% അറിയാം. കാരണം മ്യൂച്വലായിട്ട് അറിയുന്ന കാര്യങ്ങൾ അവർ സംസാരിക്കുന്നു. സോ ഈ ടൈമിൽ അത് ഡെഫിനറ്റ്ലി തോന്നിയിട്ടില്ല. ഈ ടൈമിൽ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയതൊരു ചെറിയൊരു ഷിഫ്റ്റ് ഓഫ് ചേഞ്ച് ഇവിടെ ഉണ്ട്. സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും ഒക്കെ ആ ഒരു അറ്റാക്ക് നേച്ചർ ആണെങ്കിലും ആളുകൾ സംവെയർ ദേ ആർ റെഡി ടു ലിസൺ. ഇവർക്ക് എന്താ പറയാനുള്ളത് ഒന്ന് ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ പഠിക്കാം എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു, നമുക്ക് ഒബ്വിയസ്ലി 1 to 2% അവിടെ കിടപ്പുണ്ട്, അല്ലാത്ത കുറേ ആളുകൾ നമ്മളെ മോശമായിട്ട് കരുതുന്ന ആൾക്കാർ. പക്ഷേ ഒരു ചേഞ്ച് ഇല്ലയെന്ന് പറയാൻ പറ്റൂല. ചേഞ്ച് തുടങ്ങി.